ബോർഡ് വിവാദത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷവും സമസ്തയും ഇന്ന് രംഗത്തെത്തി. UDF സർക്കാർ ഹൈക്കോടതിയിൽ നടത്തിയത് ഞെട്ടിക്കുന്ന ഒത്തുകളിയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. BJP-കാരായ ഹർജിക്കാർക്കൊപ്പം സർക്കാർ നിന്നത് ന്യൂനപക്ഷങ്ങളോട് കാട്ടിയ വഞ്ചനയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. നടക്കുന്നത് സമ്പൂർണ്ണമായ കീഴടങ്ങലും പാദസേവയുമാണെന്ന് പിണറായി വിജയൻ ആരോപിച്ചു. സംഘപരിവാറുമായി രഹസ്യധാരണയോ കൈകോർക്കലോ അല്ല, അതിനു പകരം സമ്പൂർണമായ കീഴടങ്ങലും പാദസേവയുമാണ് ഇപ്പോഴത്തെ നടപടികളിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. ഇത് അപമാനകരമായ കാര്യമാണ്, തീർത്തും ലജ്ജാകരമായ കാര്യമാണ്. വഖഫ് ബോർഡ് വിഷയത്തിൽ സർക്കാർ BJP-ക്കൊപ്പം ഒത്തുകളിച്ചുവെന്ന് സമസ്ത നേതാവ് ഉമർ ഫൈസി മുക്കവും ഇന്ന് കുറ്റപ്പെടുത്തി. സമുദായ താൽപ്പര്യമുണ്ടെങ്കിൽ ലീഗിന് എങ്ങനെ BJP-ക്കൊപ്പം നിൽക്കാനാകും എന്ന് അദ്ദേഹം ചോദിച്ചു. വോട്ട് തന്നവരെല്ലാം കാണുന്നുണ്ട് എന്ന ജാള്യം പോലും ലീഗിനില്ല എന്നും ഉമർ ഫൈസി മുക്കം ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. സർക്കാരിന് രണ്ട് ആളെ ഒഴിവുണ്ടെങ്കിൽ അവിടെ നികത്താനുള്ള അധികാരം അവർക്കുണ്ട്. അത് നിർത്തിയാൽ മതി. BJP-യുടെ കൂടെ പോയിട്ട് പരാതിയിലൊന്നും കൂട്ടിച്ചേരേണ്ട ആവശ്യമില്ല. മനുഷ്യന്മാരൊക്കെ വടക്കാവാൻ വേണ്ടിയിട്ട്. പക്ഷെ BJP ഹർജിക്കാരനെ പിന്തുണയ്ക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്നല്ലേ? കോടതി പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ പക്ഷെ സർക്കാർ ഈ കാര്യത്തിൽ ജാഗ്രത പുലർത്തുണ്ടായിരുന്നല്ലേ? BJP-യുടെ വാദത്തെ അംഗീകരിച്ചു കൊടുക്കേണ്ടിയിരുന്നില്ല എന്നുള്ളതാണല്ലേ? അതും പിന്നെ സർക്കാരിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഗതി സർക്കാരിന്റെ വീഴ്ചയാണ് ചൂണ്ടിക്കാണിച്ചത്. സർക്കാർ നിർത്തിയാൽ മതിയായിരുന്നു. ലീഗിനൊട്ടും ഗൗരവത്തിൽ എടുത്തിട്ടില്ല എന്നാണോ ഈ വിഷയം? ലീഗ് ഗൗരവത്തിലും എടുത്തില്ല, അഗൗരവത്തിലും എടുത്തിട്ടില്ല. അത് നിസ്സാരമായ സംഗതിയായിട്ട് കണ്ട് BJP-ന്റെ കൂടെ പൊതുജനങ്ങളൊക്കെ ഇത് കാണില്ലേ എന്നൊരു ബോധെങ്കിലും വേണ്ടവർ. എനിക്ക് വോട്ട് തരുന്ന എന്റെ കൂട്ടത്തിൽ എന്റെ കൊടി പിടിക്കുന്ന ആൾക്കാർ ഇത് കാണും എന്നുള്ള ഒരു ജാള്യത പോലും ഇല്ലാത്ത ഒരു അന്ധമായ പണിയല്ലേ അവർ ചെയ്തത്. വഖഫ് ബോർഡ് പുനഃസംഘടനയിൽ സാങ്കേതികത്വം പറഞ്ഞാണ് മുസ്ലിം ലീഗിന്റെ ഒഴിഞ്ഞുമാറൽ. ബോർഡ് രൂപീകരണം നിയമപരമല്ല എന്ന പ്രശ്നം പരിശോധിക്കാമെന്ന് മാത്രമാണ് കോടതി അറിയിച്ചത്. അമുസ്ലിങ്ങളെ തിരികെ കയറ്റാമെന്ന് പറഞ്ഞിട്ടില്ല എന്നും PMA സലാം അറിയിച്ചു. അപ്പോൾ ഇതിൻ്റെ സാങ്കേതികവും നിയമപരവുമായ വ്യവസ്ഥകൾ പാലിച്ചിട്ടില്ല ഇത് രൂപീകരിക്കുമ്പോൾ എന്നുള്ളതാണെങ്കിൽ ഞങ്ങളത് പരിശോധിക്കാം എന്ന് കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതാ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ രണ്ട് മുസ്ലിങ്ങളെ വെച്ചോളാം എന്നൊന്നും ഞങ്ങൾ കോടതിയിൽ പറഞ്ഞിട്ടില്ല. കേരള ഗവൺമെൻറ് കോടതിയിൽ പറഞ്ഞിട്ടില്ല. വളരെ വ്യക്തമാണ്. ഈ വാർത്ത വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. പിണറായി വിജയന്റെ വാർത്താ സമ്മേളനത്തിലെ വിവരങ്ങളുമായി അർജുൻ രാജും സമസ്ത നിലപാടിന്റെ വിശദീകരണങ്ങളായിട്ട് പ്രസാദ് ഉടുമ്പശ്ശേരിയും ഹൈക്കോടതിയിൽ എന്താണ് നടന്നതെന്ന് സംബന്ധിച്ച് ഷബിനയും ചേരും. ആദ്യം എനിക്ക് തോന്നുന്നു പിണറായി വിജയന്റെ നിലപാട് വാർത്താ സമ്മേളനത്തിൽ മറ്റെന്തൊക്കെ അദ്ദേഹം പറഞ്ഞു എന്നറിയാൻ അർജുൻ രാജിലേക്ക്. അർജുൻ, എന്തായിരുന്നു? വളരെ ശക്തമായിട്ടുള്ള വാക്കുകളിലാണ് അദ്ദേഹം സർക്കാരിനെ ഇക്കാര്യത്തിൽ വിമർശിച്ചത്. എന്തൊക്കെ അദ്ദേഹം കൂടുതൽ പറഞ്ഞു? സനീഷ്, വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട UDF സർക്കാർ കോടതിയിൽ നൽകിയിട്ടുള്ള നിലപാടിൽ വലിയ വിമർശനം ഉന്നയിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. RSSന്റെയും സംഘപരിവാറിന്റെയും അജണ്ടയ്ക്ക് സമാനമായിട്ടുള്ള നിലപാട് സർക്കാർ കോടതിയിൽ സ്വീകരിച്ചു എന്നുള്ള വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്നത്. വഖഫ് നിയമ ഭേദഗതി അത് RSS അജണ്ട പ്രകാരം കേന്ദ്ര സർക്കാർ നടപ്പാക്കിയതാണ്. ആ അജണ്ടയിൽ അതിൽ വ്യവസ്ഥ ചെയ്യുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശം ഈ അമുസ്ലിമുകളായിട്ടുള്ള ആളുകളെ വഖഫ് ബോർഡിൽ നിയമിക്കാം എന്നുള്ളതായിരുന്നു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ആ ഭേദഗതി ആ രീതിയിൽ തന്നെ നടപ്പാക്കി അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ വഖഫ് ബോർഡിൽ വന്നു. പക്ഷേ BJP ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ അതിനെതിരായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത്. ആ നിയമ ഭേദഗതി നടപ്പാക്കിയില്ല. പക്ഷേ ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ ഇപ്പോഴെടുത്തിട്ടുള്ള നിലപാട് പ്രകാരം ഈ വഖഫ് ബോർഡിനകത്ത് അമുസ്ലിമുകളായിട്ടുള്ള ആളുകൾക്ക് നിയമനം ലഭിക്കാവുന്ന നില ഉണ്ട് എന്നുള്ള വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് പ്രധാനമായും ഉയർത്തുന്നത്. ഓരോ മതസ്ഥാപനങ്ങളുടെയും ഓരോ മതവിഭാഗങ്ങളുടെയും സ്ഥാപനങ്ങൾ അവർ തന്നെ നിയന്ത്രിക്കണം എന്നുള്ളതാണ് നിലപാട്. അതിൽ നിന്ന് വ്യത്യസ്തമായി മറ്റ് ആളുകൾക്ക് കൂടി ഈ മതവിഭാഗത്തിന്റെ സ്ഥാപനങ്ങളിലേക്ക് കയറാൻ കഴിയുന്ന ഒരു നിലയിലേക്ക് UDF സർക്കാർ നിലപാടെടുത്തു എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് വിമർശനമായി ഉന്നയിക്കുന്നത്. അതിന് ലീഗ് നോമിനേറ്റ് ചെയ്തിട്ടുള്ള സ്പെഷ്യൽ പ്ലീഡർ സഹായകരമാകുന്ന നിലപാട് കോടതിയിൽ സ്വീകരിച്ചുവെന്ന
വിമർശനം പ്രതിപക്ഷ നേതാവ് ഉയർത്തുകയാണ്. ആ സ്റ്റേറ്റ്മെന്റ്, കോടതിയിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അടക്കം വായിച്ചുകൊണ്ടാണ് ഈ സർക്കാരിന്റെ നിലപാടിനെ പ്രതിപക്ഷ നേതാവ് രൂക്ഷമായ രീതിയിൽ ഇപ്പോൾ വിമർശിച്ചിട്ടുള്ളത്. ഇത് സംഘപരിവാർ അജണ്ടയ്ക്ക് സമാനമായിട്ടുള്ള നിലപാട് UDF സർക്കാർ സ്വീകരിക്കുന്നു എന്ന നിലയിലേക്ക് ആണ് ഇപ്പോൾ ആരോപണമായി പ്രതിപക്ഷ നേതാവ് ഉയർത്തുകയും ചെയ്യുന്നത്. സനീഷ്, ശരി, അതിശക്തമായുള്ള വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് ഉയർത്തിയത്. പ്രതിപക്ഷ നേതാവ് മാത്രമല്ല, സമസ്തയുടെ നിലപാട് നേരത്തെ പറഞ്ഞ ഉമർ ഫൈസി മുക്കുവും ലീഗിനെ ജാള്യതയുണ്ടോ തെല്ലെങ്കിലും എന്ന ചോദ്യവുമായിട്ടാണ് നേരിട്ടത്. പ്രസാദ് ഉടുമ്പശ്ശേരി അദ്ദേഹത്തിൻ്റെ നിലപാടിനെ വിശദീകരിക്കും. സമസ്ത സ്വാഭാവികമായിട്ടും ഇതേക്കാൾ കൂടുതൽ കർക്കശമായിട്ടുള്ള നിലപാടെടുക്കാൻ സാധ്യതയുണ്ട് വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ, അല്ലേ പ്രസാദ്? സനീഷ്, സമസ്ത രണ്ട് സമസ്തയും AP വിഭാഗമാണെങ്കിലും EK വിഭാഗമാണെങ്കിലും കടുത്ത അതൃപ്തിയിലാണ്. ഉമർ ഫൈസി മുക്കം സമസ്തയുടെ അവരുടെ പ്രധാനപ്പെട്ട മുഷാവറ അംഗമാണ്. മറ്റൊന്ന്, അദ്ദേഹം വഖഫ് ബോർഡ് അംഗം കൂടിയാണ്. അദ്ദേഹം പറയുന്നത് സർക്കാർ ഇക്കാര്യത്തിൽ ഒത്തുകളിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് വഖഫ് ബോർഡിൽ 2 മുസ്ലിം ഇതര അംഗങ്ങളെ നിയമിക്കണമെങ്കിൽ സർക്കാരിനത് സ്വന്തം നിലയ്ക്ക് ചെയ്യാമായിരുന്നു. നിയമമായ സാഹചര്യത്തിൽ അതിൽ ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷേ BJPയുടെ ഹർജിയെ എന്തിനാണ് പിന്തുണയ്ക്കുന്നത്? അത് സർക്കാർ നടത്തുന്ന ഒരു ഒത്തുകളിയാണ്. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന ഒരു വാദം. മറ്റൊന്ന്, മുസ്ലിം ലീഗിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉമർ ഫൈസി മുക്കം നടത്തുന്നത്. അദ്ദേഹം പറയുന്നത് മുസ്ലിം ലീഗിന് ഒരു തരത്തിലുള്ള സമുദായ താല്പര്യവുമില്ല. അവർക്ക് മന്ത്രിമാരുടെ എണ്ണം ഇത്തവണ 5 ആണെങ്കിൽ അടുത്ത തവണ അത് 6 ആക്കണം എന്നുള്ള താല്പര്യം മാത്രമേ ഉള്ളൂ. സമുദായ താല്പര്യം അവർ സംരക്ഷിക്കുന്ന ഒരു നിലപാടും ലീഗ് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവർക്ക് നിരന്തരം വോട്ട് ചെയ്യുകയും അവരുടെ കൊടി പിടിക്കുകയും ചെയ്യുന്ന ആളുകൾ ഇത് കാണുന്നുണ്ട് എന്നുള്ള ജാള്യം പോലും ഇല്ലാതെയാണ് ലീഗിന്റെ പ്രവർത്തനം എന്നുള്ള പരിഹാസവും ഉമർ ഫൈസി മുക്കം നടത്തുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ നിലപാടുകളും അതോടൊപ്പം തന്നെ പ്രതികരണങ്ങളും ഒക്കെ സമസ്തയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അവർ തുടക്കം തൊട്ടേ പറയുന്നതാണ്. ഇപ്പോൾ PM ശ്രീ വിഷയത്തിലാണെങ്കിലും അവിടെ BJPക്ക് അനുകൂലമായ ഒരു നിലപാട്, തെരഞ്ഞെടുപ്പിന് മുമ്പ് UDF എന്താണോ സ്വീകരിച്ചത് അതിന് നേരെ ഘടകവിരുദ്ധമായ ഒരു നിലപാടാണ് ഈ സർക്കാർ വന്ന സമയത്ത് UDF സ്വീകരിക്കുന്നത്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള ചെറുത്തുനിൽപ്പും ഉണ്ടാകുന്നില്ല എന്നുള്ള വിമർശനം സമസ്ത നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ വഖഫ് ബോർഡ് വിഷയത്തിലാണെങ്കിലും BJPയുടെ നേതാവ് ഷോൺ ജോർജ് നൽകിയിട്ടുള്ള ഹർജിയിൽ അതിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഒരു ഘട്ടത്തിൽ ഈ കേസ് എടുക്കുന്ന സമയത്ത് ഹൈക്കോടതി പോലും ചോദിക്കുന്നുണ്ട്, കഴിഞ്ഞ സർക്കാരിന്റെ വാദത്തിനെതിരെയാണ് ഇത്തവണ സർക്കാർ തന്നെ വാദം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ സർക്കാർ പറയുന്നത് ഇപ്പോൾ അത് മുൻ സർക്കാരിന്റെ നിലപാടാണ്, ഇപ്പോഴത്തെ നിലപാടല്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ സർക്കാരിന് എന്തെങ്കിലും കാര്യത്തിൽ തിരുത്തൽ വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് സ്വന്തം നിലയ്ക്ക് ചെയ്യണമായിരുന്നു. BJPയുടെ ഹർജിയെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. ഇത് ഒത്തുകളിയാണ് എന്നുള്ള ആരോപണമാണ് സമസ്ത ഉന്നയിക്കുന്നത്. സനീഷ് പറഞ്ഞതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ കടുത്ത നിലപാടുകൾ തന്നെയായിരിക്കും സമസ്തയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുക. അതാണ്. ഷബ്ന കൂടെ ചേരുന്നുണ്ട്. ഹൈക്കോടതിയിൽ നടന്നതിൻ്റെ വിശദാംശങ്ങൾ ഷബ്ന റിപ്പോർട്ട് ചെയ്യും. ഷബ്ന, ഇതിപ്പം അങ്ങനെയൊന്നുമില്ല എന്നാണ് PMA സലാം പറയുന്നത്. പക്ഷേ ഷോൺ ജോർജിനെ പോലെ BJP ഭാഗത്തു നിന്നുള്ള ഹർജിക്കാർ സർക്കാരിൻ്റെ നിലപാടിനെ അഭിനന്ദിക്കുന്ന നിലയുണ്ടായി എന്ന് നമ്മൾ കാണുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹൈക്കോടതിയിൽ എന്താണ് നടന്നത് എന്നത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ആളുകൾക്ക് ആവശ്യമായിട്ട് വരും. യഥാർത്ഥത്തിൽ എന്താണ് ഈ വിഷയത്തിൽ ഹൈക്കോടതിയിൽ ഉണ്ടായത്? സനീഷ്, ഇതിലെ ഈ BJP നേതാവ് ഷോൺ ജോർജാണ് ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ച് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് മുമ്പാകെ ഹർജി നൽകുന്നത്. അതോടൊപ്പം തന്നെ ഷോൺ ജോർജിൻ്റെ ഒപ്പം മറ്റ് 3 ഹർജികൾ കൂടി ഈ കോടതിയുടെ പരിഗണനയിലുണ്ട്. ഷോൺ ജോർജ് നൽകിയ ഹർജിയിൽ പറയുന്നത് ഈ വഖഫ് ബോർഡിൻ്റെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. കാരണം വഖഫ് ആക്ട് നിലവിൽ വന്നു, പുതിയ ബില്ല് നിലവിൽ വന്നു കഴിഞ്ഞതിന് ശേഷവും വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിച്ചിട്ടില്ല. ഇതുവരെയും വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ പുതിയ നിയമപ്രകാരം വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ 2 അംഗങ്ങളെ നിയമിക്കണം എന്നുണ്ട്. എന്നാൽ സംസ്ഥാന സർക്കാർ ഇത്തരത്തിലൊരു നിയമനം നടത്തിയിട്ടില്ല. ഇത് നിയമവിരുദ്ധമാണ്, കേന്ദ്ര സർക്കാരിൻ്റെ നിയമത്തിന് വിരുദ്ധമാണ് എന്നായിരുന്നു ഷോൺ ജോർജിൻ്റെ ഹർജി. മറ്റൊരു ഹർജി ഷിയ അംഗങ്ങളെ ഈ വഖഫ് ബോർഡിൽ നിയമിച്ചിട്ടില്ല, അതും നിയമമായിട്ടുള്ളതാണ്. കേരളത്തിൽ പ്രത്യേകിച്ച് ഷിയ വിഭാഗങ്ങളില്ല, എങ്കിൽ പോലും ഷിയ വിഭാഗങ്ങൾ വേണമെന്ന് നിയമത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് അത്തരം നിയമനം വേണം എന്നൊരാവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ 4 ഹർജികൾ വന്നു. ഈ ഷോൺ ജോർജിൻ്റെ ഹർജിയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇതാണ് പൊളിറ്റിക്കലായിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയവും. കാരണം ഈ മുസ്ലിം നേതൃത്വത്തിലുള്ള വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങൾ വേണം എന്ന നിയമം അത് സംസ്ഥാന സർക്കാർ നടപ്പാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ കേന്ദ്ര നിയമത്തിനെതിരാണ് എന്ന് കോടതിയിൽ വാദം ഉന്നയിക്കുമ്പോൾ ഇപ്പോൾ സംസ്ഥാന സർക്കാർ അതിൽ നിലപാട് സ്വീകരിച്ചത് അല്ലെങ്കിൽ രേഖാമൂലം എഴുതി നൽകിയത് ഈ ഹർജിക്കാർ പറയുന്ന കാര്യങ്ങൾ പരിഹരിച്ച് ബോർഡ് പുനഃസംഘടിപ്പിക്കും. ഈ ഹർജിക്കാർ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഈ 2 അമുസ്ലിങ്ങൾ, അതോടൊപ്പം
തന്നെ ഈ ഷിയ മുസ്ലിങ്ങളെ നിയമിക്കുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അത് എടുത്ത് 2 അമുസ്ലിങ്ങളെ നിയമിക്കും എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഹർജിക്കാർ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഹർജിക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ അമുസ്ലിങ്ങളെ നിയമിക്കണം എന്നതാണ് ഷോൺ ജോർജിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. വഖഫ് ആക്ടിലെ സെക്ഷൻ 14 പ്രകാരമല്ല ഇപ്പോൾ വഖഫ് ബോർഡിന്റെ പ്രവർത്തനം. കാരണം ഈ അമുസ്ലിങ്ങളെ നിയമിച്ചിട്ടില്ല എന്ന പ്രധാന വാദമാണ് ഈ കോടതിക്ക് മുന്നിൽ നടക്കുന്നത്. അത് പരിഹരിച്ച് പുനഃസംഘടിപ്പിക്കും എന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു കഴിഞ്ഞു. എന്നാൽ വഖഫ് ബോർഡിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞത് സർക്കാരിന്റെ വിശദീകരണം കൃത്യമായി ലഭിച്ചിട്ടില്ല, അത് അറിഞ്ഞതിന് ശേഷം കോടതിയെ അറിയിക്കാമെന്നാണ്. ഏതായാലും സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ അറിയിച്ചതിനെ തുടർന്നാണ് കോടതി ഈ വഖഫ് ബോർഡിന്റെ പ്രവർത്തനം ഒരാഴ്ചത്തേക്ക് തടഞ്ഞ് ജോയിന്റ് സെക്രട്ടറിക്ക് ചുമതല നൽകണം, ഭരണ നിർവഹണ കാര്യങ്ങളിൽ ജോയിന്റ് സെക്രട്ടറി ആയിരിക്കണം തീരുമാനമെടുക്കേണ്ടത്, സാമ്പത്തിക ഇടപാടടക്കമുള്ള വലിയ കാര്യങ്ങളിലൊന്നും തീരുമാനത്തിലേക്ക് പോകരുത് എന്ന് പറഞ്ഞത്. ഇന്നിപ്പോൾ ഏറ്റവും പുതുതായി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. വഖഫ് ബോർഡിൽ ഇത്തരത്തിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു, അതുകൊണ്ട് സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെടണമെന്ന്. അതും ചില പൊളിറ്റിക്കലായിട്ട് ചിലർ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. എന്തിനാണ് ഈ ഒരാഴ്ചയ്ക്ക് ശേഷം ഹൈക്കോടതി ഈ വിഷയം പരിഗണിക്കാനിരിക്കുന്നു, ഹൈക്കോടതിയിൽ ഞങ്ങൾ ഇത് പുനഃസംഘടിപ്പിക്കും എന്ന് റിപ്പോർട്ട് നൽകി അതിനുശേഷം സുപ്രീം കോടതിയിൽ പോയത് എന്തിനാണ് എന്ന കാര്യവും ചർച്ചയിലേക്ക് വരുന്നുണ്ട്. സനീഷ്, ഇതിൽ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ പൊളിറ്റിക്കലായ വശമാണ്. കാരണം നിലവിൽ വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിച്ചിട്ടുള്ളത് ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിച്ചാൽ 2028 വരെ ഈ വഖഫ് ബോർഡ്, അതായത് KS ഹംസ ചെയർമാനായിട്ടുള്ള ഉമർ ഫൈസി മുക്കം അംഗങ്ങളായിട്ടുള്ള ഈ വഖഫ് ബോർഡാണ് തുടരേണ്ടത്. അത് പുനഃസംഘടിപ്പിക്കണമെങ്കിൽ സർക്കാരിന് മുന്നിലുള്ള വഴി എന്ന് പറയുന്നത് കോടതിയുടെ ഇടപെടലാണ്. അത്തരത്തിലൊരു പൊളിറ്റിക്കലായ ചർച്ച ഇതിൽ നടക്കുന്നുണ്ട്. ഇതിൽ ആ രീതിയിലുള്ള ചർച്ചയിലേക്ക് ആണ് പോകുന്നത്. പക്ഷേ കോടതിക്ക് മുമ്പാകെ വരുമ്പോൾ ഇത്തരത്തിൽ പൊളിറ്റിക്കൽ കാര്യങ്ങൾ പറയാൻ പറ്റില്ല. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമാണ് കോൺഗ്രസ് ഇത്തരത്തിലുള്ള അനുകൂലമായ തീരുമാനം അല്ലെങ്കിൽ അമുസ്ലിങ്ങളെ നിയമിക്കേണ്ട എന്ന തീരുമാനം എടുക്കുമ്പോൾ ഇവിടെ ഇത്തരത്തിൽ അമുസ്ലിങ്ങളെ നിയമിക്കാം എന്ന തീരുമാനം എടുക്കുന്നു എന്ന രീതിയിൽ ചർച്ച വരുന്നത് തന്നെ ഈ 2028 വരെ ഇപ്പോൾ നിലവിലുള്ള വഖഫ് ബോർഡിന് തുടരാൻ അനുമതിയുണ്ട്. അത് ഏതെങ്കിലും രീതിയിൽ പുനഃസംഘടിപ്പിക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് കോടതിയുടെ ഇടപെടൽ ആവശ്യമാണ്. അത്തരം ഒരു ചർച്ച കൂടി ഇതിൽ വരുന്നുണ്ട്. ശരി, വളരെ വ്യക്തമാണ് ഷബ്ന.